ഗൈസ്, നിങ്ങൾക്ക് ഈ ചിറാപ്പുഞ്ചി മഴയത്ത് നനയണോ? ഈ ചിറാപ്പുഞ്ചി മഴയത്ത് അങ്ങനെ നനയണമെങ്കിൽ ചിറാപ്പുഞ്ചി തന്നെ വരണം അല്ലേ? ചിറാപ്പുഞ്ചിയിൽ വന്നാൽ എവിടെ താമസിക്കും? പറയാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചിറാപ്പുഞ്ചിയിലേക്ക് വരാൻ പറ്റുമോ? ഒരു ട്രാവൽ ഏജൻറ്റിനെ ആശ്രയിക്കാതെ. അതെങ്ങനെയാണ്? നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ നിന്ന് ട്രെയിനിൽ വരുവാണെങ്കിൽ ആസാമിൽ വന്നിട്ട് അവിടുന്ന് റോഡ് മാർഗം മേഘാലയയിലേക്ക് പോകാം. അല്ലെങ്കിൽ ഫ്ലൈറ്റിലാണ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷില്ലോങ്ങിലേക്ക് പോകാം. അല്ലെങ്കിൽ എഗെയിൻ ആസാമിലേക്ക് വന്നിട്ട് ആസാമിൽ നിന്ന് റോഡ് മാർഗം മേഘാലയയിലേക്ക് പോകാം. ആസാമിലേക്ക് വരുവാണെങ്കിൽ കുറേ ഫ്ലൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഏകദേശം കാറിൽ 8 മണിക്കൂർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ അവിടെ എത്താം. അപ്പം ഞങ്ങളങ്ങനെ മേഘാലയയിൽ എത്തിയിട്ട് മേഘാലയയിൽ ഒരുപാട് ചുറ്റിക്കറങ്ങി. ആ വിശേഷങ്ങളൊക്കെ താഴെ ഓരോരോ വീഡിയോയിലുണ്ട്. മേഘാലയയിൽ കാണേണ്ട സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോയി കാണാം. ഇതാണ് ഞങ്ങൾ മേഘാലയയിൽ താമസിച്ച സ്ഥലം. നല്ല ശാന്തസുന്ദരമായ സ്ഥലം. ഇതിപ്പോൾ നിങ്ങൾ കണ്ടാൽ ഓർക്കും ഇത് ഏകദേശം 10-11 മണി ആയപ്പോൾ ഞാൻ എടുത്ത വീഡിയോ ആണ്. അല്ല, ഇത് അതിരാവിലെ 5:30-6 മണിക്ക് ഉള്ള കാഴ്ചയാണിത്. നോക്കി എന്തുമാത്രം വെയിൽ വന്നിട്ടുണ്ടെന്ന്. ഇവിടെ വളരെ നേരത്തെ നേരം വെളുക്കും, പെട്ടെന്ന് തന്നെ നേരം ഇരുട്ടുകയും ചെയ്യും. അപ്പം ഞങ്ങൾ താമസിച്ച ഹോം സ്റ്റേ ആണിത്. വളരെ സേഫായിട്ട് നിങ്ങൾക്ക് മേഘാലയയിൽ വന്നു കഴിഞ്ഞാൽ, ചിറാപുഞ്ചിയിൽ വന്നു കഴിഞ്ഞാൽ താമസിക്കാൻ പറ്റിയ നല്ല വൃത്തിയുള്ള എന്നാൽ നല്ല വനത്തിൻ്റെ മധ്യത്തിൽ ഏക്കറുകളോളം വ്യാപിച്ചു കിടക്കുന്ന ഒരു വനത്തിൻ്റെ മധ്യത്തിൽ കുന്നും മലകളും നല്ല ശുദ്ധവായുവും കിളികളുടെ നാദവും എല്ലാം കേട്ടിട്ട് നല്ല ശാന്തമായിട്ട് കുറച്ച് ദിവസം താമസിക്കാൻ പറ്റിയൊരിടാണ്. നിങ്ങൾ ചിലപ്പം ഇവിടെ വന്ന് 2 ദിവസം നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാൻ തോന്നുകയില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫുകളാണെങ്കിലും കൂടുതലും ലേഡീസ് സ്റ്റാഫാണ്. അപ്പോൾ പെൺകുട്ടികൾ ഒറ്റയ്ക്കൊക്കെ വന്നിട്ട് ട്രാവൽ ചെയ്തിട്ട് ഇവിടെ താമസിക്കുകയാണെങ്കിലൊക്കെ അവർക്കൊക്കെ സേഫായിട്ട് താമസിക്കാം കേട്ടോ. ഞാൻ പറയും, സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് വളരെ സേഫായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് മേഘാലയ എന്ന് കൂടി പറയും. നമ്മൾ പുറമേ നോക്കുന്നവർക്ക് അധികം അറിയില്ല. കാരണം എവിടെയും ഈവൻ ഇറച്ചി വെട്ട് കടയിൽ പോലും സ്ത്രീകളാണുള്ളത്. മദ്യ ഷോപ്പിൽ സ്ത്രീകളുണ്ട്. അപ്പം എല്ലായിടത്തും സ്ത്രീകളുണ്ട്. നല്ല സേഫായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ താമസിച്ച സ്ഥലം. ഓക്കെ, എന്ത് രസമാണ് കാണാൻ. സത്യം പറഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് വരാൻ തോന്നിയതേ ഇല്ല. ഇനി ഞാൻ എന്തായാലും പോയിരിക്കും. ഇതിപ്പോൾ പകൽ കാഴ്ചയാണ്. ഇനി രാത്രി കാഴ്ച കണ്ടാലോ? അതാ ഞങ്ങളുടെ ബാൽക്കണിയിൽ നിന്നുള്ള രാത്രി കാഴ്ചയാണിത്. എന്ത് മനോഹരമാണല്ലേ. ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രകൃതിയെ ഒട്ടും നോവിക്കാതെ ആണ് ഇവർ എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലുള്ള കാഴ്ച കൂടി നമുക്ക് കണ്ടാലോ? ഇവരെല്ലാം നല്ല നീറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. വന്ന ഉടനെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ ഒരു ദിവസം താമസിച്ചതിന് ശേഷമുള്ള കാഴ്ചയാണിത്. ഇനിയിപ്പം ഇത് അവിടുത്തെ കഫറ്റീരിയ ആണ്. അപ്പം അവിടുത്തെ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ നോർത്ത് ഇന്ത്യൻ പോഹ, പിന്നെ ആലു പൊറോട്ട, അങ്ങനെ നമ്മളെ സൗത്ത് ഇന്ത്യൻ മീൽസൊന്നും കിട്ടില്ല. എന്തായാലും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്യുവർ മേഘാലയൻ ഫുഡല്ല അവർ തരുന്നത്. അതുകൊണ്ട് ഓക്കെ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൽ ചില ഭക്ഷണമൊക്കെ ഞാൻ താഴെ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പം ഇവിടെയിലെ ആട്ട എന്ന് പറയുന്നത് ഗോതമ്പ് ദോശ, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ ഭക്ഷണം. പിന്നെ ഇവിടെയൊക്കെ നിറയെ പട്ടികളും പൂച്ചകളും കിളികളും ഒക്കെ നടക്കുന്നത്. ആ പട്ടികളൊക്കെ ഇടയ്ക്ക് ഉള്ളിലേക്കൊക്കെ കഫറ്റേരിയൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഉള്ളിലേക്ക് വരുവാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒന്നും ചെയ്യില്ല, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. അവർ ഭയങ്കര മൃഗങ്ങളോടൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ സാൽമിക എന്നാണ് ഈ റിസോർട്ടിൻ്റെ പേര്. ഇതിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് ഒക്കെ ഈ ബോർഡിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ.